ഓരെന്തല്ലേ എന്നിട്ട് ഓൻ പറഞ്ഞാല എന്തുവാട്ട് കത്തീനെങ്കിലും ചക്കുളി പോലെ പറക്കിരി തിന്നാ നല്ല വാങ്ങുന്നുണ്ട്, ഇല്ലെങ്കിൽ ഓള് വെക്കുക ആരെ ഉമ്മാക്കിയതാകുമ്പോ കത്തിയിട്ട് വാങ്ങില്ല, ഭാര്യയാക്കിയില്ല നമ്മ ചക്കുളിനാണ് കറുകുറുവായിട്ട് എന്തുണ്ട് നല്ല ഭാഗമുണ്ട്. ഇങ്ങനെ അല്ലെ അവസരവാദികളാകുക. ഏതുമാകട്ടെ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയണ്ട. ഭക്ഷണങ്ങൾ ധാരാളം വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് എറിഞ്ഞു പോയാൽ, രോഗങ്ങൾ വന്നാൽ മരുന്ന് ഫലിക്കാതെയാകുന്നു. ഭക്ഷണങ്ങളേതും അറിയണ്ട, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോ. ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും ഉമ്മയും ഉപ്പയും ആ ഒരു സന്തോഷമില്ലേ? ഉപ്പാനെ വേറെ ഇരുത്തിയേക്കല്ല മക്കളെ, ഉമ്മാനെ വേറെ ഇരുത്തിയേക്കല്ല മക്കളെ. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാ വയസ്സായ ഉപ്പക്ക് തോന്നിപ്പോകണ്ട എനിക്കാരുമില്ല. ഇപ്പൊ എന്തായാലും കേട്ടെങ്കിൽ എല്ലാരും പ്രിയപ്പെട്ട ഉമ്മാന്റെ വയൽ യൂട്യൂബിൽ നിന്ന് എന്ത് വേണമെങ്കിൽ അടിച്ചെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മന്റെ വരുന്ന എല്ലാവരുടെ വയൽ, പ്രിയപ്പെട്ട ഉപ്പാന്റെ വയലില്ല. ഉപ്പാന്റെ വയൽ പറയുന്ന ആരെങ്കിലും ഉമ്മാന്റെ വയൽ പറയുമ്പോൾ എല്ലാവർക്കും ബേജാറാണ്, ഉപ്പാന്റെ വയൽ പറഞ്ഞെങ്കിൽ ബേജാറുവാൻ. ഈ വയസ്സായ ഉപ്പ നാളെ നമ്മളും ഉപ്പയാകാനുണ്ട്. ആ ഉപ്പാനെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കുക. വയസ്സായ ഉപ്പാരുടെ മനസ്സിന്റെ നോവ് പലരും അറിയാതെ പോകുന്നു എന്നാണ്. പല ഉപ്പമാരും അത് പറയുന്നില്ല. ഉപ്പമാറെ പറ്റി നല്ലോണം പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് അല്ലെ, ആണുങ്ങളുടെ ഭാഗത്തേക്കല്ല, പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞല്ല പെണ്ണുങ്ങൾ ആണുങ്ങൾ ബലെടുക്കണോ, കക്കൂസ പോണോ, ചെരുപ്പ് പോണെന്നല്ല, നല്ല നിയത്താക്കിയിട്ടോളി. നിങ്ങൾ ഇട്ടത് കുറഞ്ഞെങ്ങനെ അടുത്തല്ലോ വിളിക്കാൻ. നല്ലോണം ധാരാളം സദഖ ചെയ്തോളി. അല്ലാഹു തആല നിങ്ങൾ ആ കൊടുക്കുന്നതിലും ഇപ്പൊ സിദ്ധറാമയ്യ എന്നത് വരുന്നല്ല, 2000 രൂപ ധൈര്യത്തിലിട്ട് 1000 2000 ഉണ്ട്, പേടിക്കണ്ട, ആരോട് കേൾക്കണ്ട. ഓരോ ആണുങ്ങളോട് കേട്ടിട്ട് ഗലാട്ട എന്തുവാക്കണ്ട. 2000 രൂപ വരാത്ത ആളെ കൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ല നിയത്താക്കി ഇട്ടോളി. നാളെ തന്നെ പറഞ്ഞു കാലത്താകുമ്പോ അള്ളാഹു തആല എത്തിച്ചേർത്ത് അല്ലേ. പെണ്ണുങ്ങൾക്ക് പൈസ ഇട്ടണോ കൊടുക്കണമെങ്കിൽ, ആണുങ്ങൾക്ക് കൊടുക്കുന്നില്ല അല്ലെ അല്ലേ 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 ആണുങ്ങൾക്ക് പേര് കൊടുക്കല, പെണ്ണുങ്ങളെ ബാധ്യത പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിയല്ല. അല്ലാഹു തആല തന്നവർക്ക് സദഖ ചെയ്യുന്നവർക്ക് അവരുടെ മുറാദുകൾ എന്താണോ അല്ലാഹുവിനെ ഹാസിലാക്കി കൊടുക്കണം. വ്യത്യസ്തങ്ങളായി പാനീയങ്ങൾ കുടിക്കുന്ന കാലം വരും. എങ്ങനെയുള്ള പാനീയങ്ങളാണ്, എത്ര കളർ ജ്യൂസുകളാണ്, ജ്യൂസ് തൊട്ട് ചായ എത്ര കളർ കണ്ടിട്ടില്ലേ? ചായന്റെ കൗണ്ടർ, ടീ കൗണ്ടർ ഇല്ല. ഇങ്ങനത്തെ ഒരു അള്ളിയിലുള്ളത് ഇവിടെ ഇല്ലേ? കണ്ടിട്ടില്ല? കളർ ചായ കണ്ടിനാ? എല്ലാ സാധുക്കളായ നിഷ്കളങ്കരായ കണ്ടിട്ടില്ല കളർ ചായ? കണ്ടിനി ആട്ടെ, അല്ലാഹ് കാത്ത്. വ്യത്യസ്തങ്ങളായ കളറുകളിലുള്ള ഇനങ്ങളിലുള്ള കുടിക്കുന്ന വസ്തുക്കളാണ്. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ. ഒരു വെള്ളം അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ ചായ, ഈ മൂന്നിലൊതുങ്ങിയിരുന്നു. ഇന്ന് വ്യത്യസ്തങ്ങളാണ്, ഓരോന്നും വ്യത്യസ്തങ്ങളാണ് അല്ലെ. വന്ന ആൾക്ക് കുടിക്കാൻ കൊടുക്കണം. പെണ്ണുങ്ങൾ ഇത് കൊടുക്കേയില്ല. മംഗലം വിളിക്കാൻ വന്നപ്പോ ഒക്കെ മോനെ നീ എന്താ മോനെ ബച്ചിനെ എല്ലും ഉള്ളല്ല കാണുന്ന കാടെന്തില്ല, ചോറ് തരുന്നില്ല മോനെ. നിന്റെ ഉമ്മാനെ കാണാതെ എത്ര കൊല്ല. ഇതെല്ലാം മുണ്ടി. ഓനെയാണെങ്കിൽ മൂത്രിക്കാൻ മുട്ടിയിട്ട് കഴിയുന്നില്ല. അപ്പുറത്തെ വേറെ ഫോണ് വന്നോണ്ട് ഇക്കുമനെ നീ ഫോണ്ട മോനെ എപ്പം ഒരിക്കൽ കാണുന്നില്ല, പക്ഷെ മുണ്ടിറാന്ന് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇരിക്കുമനെ ഇരുന്നിട്ടെല്ലാം മുണ്ടിട്ട് പഞ്ചാധികളെല്ലാം ആക്കിയിട്ട് 3/4 മണിക്കൂർ എങ്ങനെ എല്ലാം തീർത്ത് കേട്ടിട്ട് എത്ര ശമ്പളം ഉണ്ട് മോനെ, പൊന്ന് യാരെടുക്കുന്ന ഓരെങ്ങനെ നല്ല പൊന്നല്ല ഇടുവോ, നല്ലോണം നല്ല പാർട്ടിയാ. ആർക്ക്? ഉമ്മ ഒരു കാല് കബറിലുണ്ട്. ഉമ്മാക്ക് ബേജാറ് എത്ര പൊന്നിടും. ആണുങ്ങൾക്ക് ഈ ബേജാറൊന്നുമില്ല, വേണം ഇടുന്നില്ല പോന്നു മണ്ണിട്ട് മുടട്ടും. ആണുങ്ങൾ അങ്ങനെ, പെണ്ണുങ്ങൾ അങ്ങനല്ല. ഇൻകൊരാക്കിയിട്ട് ഇതിന്റെ ബള്ളി പേര് എല്ലാം കിട്ടിയെങ്കിൽ ഒക്കെ അത് ഞങ്ങളെ സംബന്ധം. ലാസ്റ്റ് എല്ലായ പിന്നെ 50 ഫോൺ ഇടുന്ന സംബന്ധം. എന്ത് ഇടുന്നില്ല അല്ലെങ്കിൽ ഒക്കുമോനെ എന്ത് ഗുണമില്ല, ഇപ്പത്തോറ് ആര് ഗുണമില്ല. ഈ രൂപത്തിലെല്ലാം പോയിട്ട് ഗേറ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോ അല്ല നിനക്ക് എന്ന് കുടിക്കാൻ വേണ്ടോ? ഞാൻ മംഗളത്തിന് പറഞ്ഞേ, മാമ മംഗളത്തിന് പറഞ്ഞാൽ നീ കുടിച്ചിട്ടേ പോണോ? അപ്പൊ ഇത്ര നേരം എന്താക്കിയത്? അങ്ങനെയല്ല. വന്നാൽ കുടിക്കാൻ കൊടുക്കൽ എന്താണ്? അതിഥികൾക്ക് എന്ത് കൊടുക്കണം നബിയേ? കൊടുക്കാൻ നല്ലത് ഏതാണ് നബിയേ? പാലും ഈത്തപ്പഴവുമാണ്.
മുഹമ്മദുർ റസൂലുള്ളാഹി. പാല് വലിയ ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടല്ലേ രാവിലെ പരകുടിയാകുമ്പോ പാല് വെക്കുന്നത്. ഹൈന്ദവ വാസ്തുശാസ്ത്രമല്ല, ഹബീബ് തങ്ങളാ പറഞ്ഞത്. വീട്ടിലേക്ക് വന്നവർക്ക് കുടിക്കാൻ കൊടുക്കേണ്ടത് പാലാണ്. അതുകൊണ്ടാണ് സയ്യിദന്മാർ ആലിമീങ്ങൾ പാല് ചൂടാക്കാൻ പറയുന്നത്. അതുകൊണ്ടാ ആദ്യം വന്നവർക്ക് പാലാണ്, വന്നവർക്ക് ആദ്യം കൊടുക്കേണ്ടത് പാലാണ്. കൂടെ ഈത്തപ്പഴമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാണ് നല്ലത്. ചില മൗലിദിന്റെ അടുത്ത് വലിയ ഗമ്മത്ത് മൗലിദാമങ്ങനല്ല. ഈത്തപ്പഴം മാത്രം 40 ഉറുപ്പിന്റെ പാക്കറ്റ് ചാണ വലുണ്ടാകും. ഒന്നിലേക്കൊന്ന് ജോയിന്റ് ആക്കിയിട്ട് അതിനെ പിടിച്ചിട്ട് പൊട്ടിക്കണമെങ്കിലേ പണിയുണ്ട് ഈത്തപ്പഴത്തിന്. ഇത്ര ബിരിയാണി കബാബ് ഇതെല്ലാം ആക്കുമ്പോ ഒരു 2 കിലോ ഈത്തപ്പഴം പൈസ കൊടുത്ത് നല്ലത് കൊടുത്തെങ്കിൽ എന്താണ് അത് ജീമം പോയെങ്കിൽ കൊണ്ടുവരല. ഈ ചാണം പോലത്തെ ഈത്തപ്പഴത്തിന് മീത്തക്ക് ഡെക്കറേഷന് പഞ്ചാര അപ്പൊ ഞാൻ ഒരു ശരീരത്തിൽ പോകുമ്പോ ശരീരത്തിന്റെ പിള്ളറോട് ഇട്ട്, അല്ല മക്കളെ, നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ഇതല്ലേ ഈത്തപ്പഴത്തിന്റെ മോൾക്ക് പഞ്ചാര ഇടുന്നത് എന്തിനീ? അത് സീർണിയാക്കുന്നതിനെ ഈത്തപ്പഴത്തിന് പഞ്ചാര ഇട്ടിട്ട് സീർണിയാക്കുന്ന പൂർണ്ണ സീർണിയാക്കി കൊടുത്തേക്കുന്ന ഉസ്താദ്മാർക്ക് ഇത് തിന്നെങ്കിൽ ബായിലും പറ്റുന്നു, കയ്യിലും പറ്റും, ആടെയും പറ്റുന്നു, ഇടിയും പറ്റും. അങ്ങനത്തെ ഈത്തപ്പഴം കണ്ടൊക്കെ എന്തല്ല, ഇങ്ങനത്തെ ഈത്തപ്പഴം വേണ്ടാന്ന് പറയാം അല്ലെ. പച്ചനെ ചൂടാക്കിയിട്ട് എടുക്കുന്ന ഈത്തപ്പഴാണ്. പച്ച ഈത്തപ്പഴത്തിനെ കേട് ഈത്തപ്പഴത്തിനെല്ലാം ചൂടാക്കിയിട്ട് എടുക്കുന്ന ഈത്തപ്പഴാണ്. അങ്ങനെ നമുക്ക് ഈ ചെറിയ പാക്കറ്റിലെല്ലാം വരുന്നത്. വലിയ മൗലൂദ് ബിരിയാണിക്കെല്ലാം ചിലവഴിച്ചില്ലേ, ആ മജ്ലിസിലേക്ക് വെക്കുന്ന ഈത്തപ്പഴം കുറച്ച് നല്ലത് വെക്കും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മജ്ലിസിൽ ഇരിക്കണം. ഇവിടെ കുത്തുബിയത്താണ്, കുത്തുബിയത്തിന്റെ സദസ്സിൽ ഇരിക്കണം. ഇരുന്നോൻക്കാണ് ഷീർണി. ഇത് ഷീർണിക്കാമ വരുന്ന ഒരു സംഘം വേറെ ഉണ്ട്. ഈ ഷീർണി എന്തെന്നറിയില്ല, എത്ര പൈസ ഉണ്ടെങ്കിൽ ഷീർണി ചിലപ്പോൾ മനുഷ്യൻ ജീ മളക്കിയിട്ട് വായി. ചില കമ്മിറ്റിക്കാരുണ്ട് ഷീർണി കട്ടിട്ട് വെക്കുന്ന കമ്മിറ്റിന്റെ ഓഫീസിൽ. ലാസ്റ്റ് കിട്ടി വീണങ്ങ് ചവല ആർക്കും കിട്ടില്ല അങ്ങ് കൊടുക്കാട്ട് ഞങ്ങൾ വെച്ചിനെ. ഈ വെച്ചത് മാത്രം ആർക്കും ശുദ്ധീകരിക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, കമ്മിറ്റിന്റെ ഓഫീസിൽ നിന്ന് ചത്തിട്ട് നാർന്ന് ഉസ്താദ് ചെല്ലല ഇതിന്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് വരുന്നു. ലാസ്റ്റ് പോയിട്ട് നോക്കുമ്പോ രാത്രി വില കഴിഞ്ഞിനെത്തര ലാസ്റ്റ് പോയിട്ട് നോക്കുമ്പോ 5-8 കെട്ട് വെച്ചിട്ട് എന്താ പുളിച്ചിട്ട് ചീഞ്ഞിട്ട് പുറത്തേക്ക് നാറുന്ന. ആര് വെച്ചിനെ നോക്കുമ്പോ CC ക്യാമറ നോക്കുമ്പോ വലിയ 36 വെച്ചിന് എടുത്തിട്ട് വെച്ചിന് CC ക്യാമറ നോക്കുമ്പോ സീർണി കക്കുന്ന ആളുണ്ട്. ചില മനുഷ്യന്മാർ അങ്ങനത്തെ ഉണ്ടാവില്ല. നല്ല മനുഷ്യന്മാർ തൊപ്പിയിൽ വെച്ചിട്ട് കാണുമ്പോ കക്കാത്ത പോലെ കാണുന്നില്ല. പിന്നെ അല്ലാക്കറി ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരെല്ലാം ഉണ്ട്. റമളാൻ മാസത്തിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. റമളാൻ മാസത്തിൽ ഇങ്ങനെ ഇടണ്ട നോമ്പുറപ്പിക്കൽ ഉണ്ടോ? നോമ്പുറപ്പിക്കുന്നത് ഇരുത്തിട്ടുണ്ട്. അജ്ജിന് പോയി 8 ആണ് മക്കളുണ്ടായാലും ഒരു ആചാർ കമ്മിറ്റിയിലും അതിനൊരാൾ ഒരു ജാഗ്രത ലൈവെല്ലാം ഉണ്ടല്ലോ. ചെല്ലനും പേടിയാണ്. സമൂസ എല്ലാം വെച്ചിട്ടുണ്ട്. ഇയാളെ മീറ്റർ ഞാൻ നോക്കിക്കൊണ്ടേ ഉണ്ട്. ഇയാൾ ഈ സമൂസനെടുത്തിട്ട് നല്ല മദ്രസിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് മുസാഫ് കിതാബ് വെക്കുന്ന ജാഗയില്ല വീട്ടിൽ വെച്ചിട്ട് വീടെന്താ സമൂസ വെച്ചിട്ടില്ല. എങ്ങനെ ആടെ സമൂസ വെച്ചു. ഈ സമൂസ ആ സമൂസത്തിനൊക്കെ ആക്കിട്ട് ആരെങ്കിലും കെട്ടിയാൽ പിന്നെ കൊറേ നേരം കഴിയുമ്പോ അപ്പുറത്തെ വന്നിട്ടില്ല. ഓന്റെ സമൂസനെടുത്തിട്ട് എഴുതുന്നു. 2 സമൂസ കെട്ടി 1 സമൂസ തിന്ന്. റമളാൻ മാസത്തിൽ പള്ളിയിൽ നിന്ന് വന്നിട്ട് സമൂസ കട്ടിട്ട് കൊണ്ടുപോകുന്ന ജാതി. ഇങ്ങനത്തെ ഒരു കൾച്ചർ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇങ്ങനെ ഈ കക്ക് നെലി എന്തോ ഒരു സമാധാനം. ചില ആൾ അങ്ങനെ ഇടമംഗലത്തിന്റെ ആളല്ലേ, ചില ആൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ മംഗലത്തിന്റെ അടുത്ത് മൈസൂർ പാക്ക് എടുത്തോണ്ട് പോകുന്ന പരോധി കൊണ്ടുവന്നു. എത്ര ഇടാക്കളെല്ലാം കൊടുക്കില്ല. ഓതി കുടിച്ചു വന്നു. ഇത് ടിഷ്യൂ പേപ്പർ നിറച്ചു കൊണ്ടുപോയിട്ട് കാറിൽ തിന്നിട്ട് പരക്ക് അസർക്ക് ചായക്കൂട്ടാനും എല്ലാം 2 നാക്ക് ചായക്കൂട്ടാനും വേറെ എന്തില്ല മൈസൂർ പാക്ക്. പാവ ഓരുടെ ലാസ്റ്റ് വന്നാള് പറയുന്നത് ഒരു മൈസൂർ പാക്ക് ആക്കി പാതി ആക്കി ശരിയാക്കാനായിട്ട് 5000 ഓർഡർ ആക്കി പാതി ആള് കട്ടിട്ടേ കൊണ്ടുപോയത്. പാടില്ലാന്നാണ് ഉസ്താദോട് എന്നെ മസാല ചോദിച്ചോളി. ഒന്നെടുക്കേണ്ട സ്ഥലത്ത് 2 എടുക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ എടുക്കൽ തെറ്റാണെന്നാണ്. അല്ലാഹു തആല നമുക്കെല്ലാം ബോധം തരട്ടെ. ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോ വ്യത്യസ്തങ്ങളാകുന്ന കുടിക്കുന്ന വസ്തുക്കളാണ്. അതെല്ലാം ഹറാമാണെന്നൊന്നും അഭിപ്രായമല്ല. എല്ലാം കൂടി അങ്ങ് വളരെ ആവേശത്തോടെ കുടിക്കുമ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തവണ കുടിക്കാൻ ചോദിക്കുന്നു. വല്ലാത്ത ദാഹമുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും തരുമോ? ഖലീഫ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വെള്ളത്തിലേക്ക് തേൻ കലക്കിയിട്ടവർ കൊടുക്കുന്നു. വെള്ളത്തിലേക്ക് തേൻ കലക്കിയിട്ട് കൊടുക്കുന്നു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിലേക്ക് വെച്ചിട്ട് ആ വെള്ളം അവിടെ വെച്ചിട്ട് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുന്നു, അല്ലാ അല്ലാ, എനിക്ക് നീ ദുനിയാവിൽ തന്നെ എല്ലാത്തിന്റെയും പ്രതിഫലം തരികയാണോ? ഇവിടെ പല സ്വഹാബത്തും കുടിക്കാൻ വെള്ളമില്ലാതെ യുദ്ധപ്പോർക്കളത്തിൽ വെച്ചിട്ട് ഷഹീദായി പോയിട്ടുണ്ട്. അല്ലാ, എനിക്ക് കുടിക്കാൻ ചോദിക്കുമ്പോ തേൻ കലക്കിയ വെള്ളമാണല്ലോ കിട്ടുന്നത്. ഇതെന്ത് പരീക്ഷണമാണ് അല്ലാ! എന്താണ് ദാഹിക്കുന്ന വേളയിൽ സ്വഹാബത്ത് കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഒരൽപ്പം തേന് കലർത്തി കൊടുത്തപ്പോ കുടിക്കാതെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞല്ലോ. എന്റെ കൂട്ടുകാർ പലരും വെള്ളം കുടിക്കാനില്ലാതെ ഷഹീദായി പോയിട്ടുണ്ട്. ഞാനോ തേൻ കലക്കിയ വെള്ളം കുടിക്കുകയാണോ? നമ്മൾ എന്തെല്ലാം കുടിക്കുന്നു, എന്തെല്ലാം തിന്നുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാ. ഇങ്ങനെല്ലാം ചെല്ലിച്ച് നാളെ ഉസ്താദിന് ഒരു സാമ്പാറും ഒരു ചോറും കൊടുത്തിട്ടുണ്ടാ. അത് ഒരു ഉസ്താദ് സാമ്പാറും ചോറും, മറ്റേ ഉസ്താദിന് മട്ടണും കബാബും, പിന്നെ ഒരു ഉസ്താദിന് ബർപ്പും കഞ്ഞിയും, അങ്ങനെല്ലാം ഇഷ്ടമുണ്ടാകുന്ന നാലാളുണ്ടാകുമ്പോ മിനിമം 4 കറി വേണം. ഒരു ഉസ്താദിന് ഒരു കറിയും ഒരു കൂട്ടാനും. അങ്ങനെ നീ എത്താക്കിയും കഴിഞ്ഞ നാളെ ഇയാളൊരു വയതിനെ വിളിച്ചിട്ട് ഇല്ല അങ്ങനെ ബുദ്ധിയിൽ ഓക്സിജനെ വരുന്നത് ജാസ്തി അല്ല. ചില ജാഗെല്ലാം അങ്ങനെ ഫസ്റ്റത്തേല് ബിസ്മില്ല കാലി, രണ്ടാമത്തേല് കാലി, ഇടങ്ങനല്ലല്ലോ അങ്ങനെ ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. ചിരിക്കുന്ന കാണുമ്പോ നല്ല ഭക്ഷണം കൊടുക്കുന്ന പോലെ തോന്നുന്നു. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ. ചില പെണ്ണുങ്ങൾ സാപ്പല വെക്കാനുണ്ട്. ഉസ്താദ്മാരുള്ള ഇങ്ങനെ കോള് പോലെ ഈ ബുത്തിന്റെ ബയറ്റേക്ക് എത്ര ഇട്ടെങ്കിൽ പറയുന്നില്ല, മതിയാന്നില്ല. ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല. നല്ല നിയത്തിൽ കൊടുക്കണം. പിണ്ടി എണ്ണ എങ്ങനത്തെ പിണ്ടി? ഗോള പിണ്ടി, ഉള്ളില് മറ്റേ എബട്ടിട്ടതെല്ലാം കാണുന്നില്ല ഈ പിണ്ടിയില്ല, മറ്റേ വലിയ ഗോള പിണ്ടിയില്ലേ, ഇങ്ങനത്തെ 2 പിണ്ടി 3 പിണ്ടി ഖത്തീബ് ഉസ്താദിന്, 2 പിണ്ടി സദർ, 1.5 മുഅദ്ദിൻ, ഇങ്ങനെ കണക്കാക്കിട്ട് കൊടുത്തെങ്കിൽ മതിയാണ്. നിങ്ങൾ ധാരാളം കൊടുത്തോളി. അവർ വേണ്ടത്ര തിന്നിട്ട് ഇനി ഭക്ഷണം കൊടുക്കണോ, ഒരു കറിയാക്കണോ, ജ്യൂസ് പായസം എല്ലാം വേണം അല്ലേ? കൊടുക്കുമ്പോ മട്ടത്തിൽ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കണ്ട. ഇടല നല്ല ഹള്ളി ഏരിയകളിലൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാകും. അത് ഇന്നത്തെ ഭക്ഷണം കാണുമ്പോ നമുക്ക് കാണുമ്പോൾ തന്നെ ഭക്ഷണം വയറ് നിറഞ്ഞു. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. പിന്നെയോ അവർ വസ്ത്രം ധരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽവാനൽ ലിബാസ്. ഇമാം തബറാനി ധരിക്കുന്ന ഹദീസാണ്. വ്യത്യസ്തങ്ങളായ വസ്ത്രം ധരിക്കുന്നവരാണ്. എങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളാണ്. ബുർക്ക വന്നില്ലേ, പണ്ട് കറുത്ത ബുർക്ക മാത്രം. എന്തു ചെല്ലാൻ കാലപ്പാ പെണ്ണ് വായിച്ചിട്ടിട്ടാന്ന് അങ്ങനെ വേണം അങ്ങനെ ആക്കും, ഇങ്ങനെ വേണം ഇങ്ങനെ ആക്കും, ഞങ്ങക്ക് നിങ്ങൾ വയൽ പറയണ്ട നല്ല ചെല്ലിട്ട് പെണ്ണുങ്ങ വരുന്നു വായിച്ച്. എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ആണും പെണ്ണും ധരിക്കുന്നത്? നല്ല വസ്ത്രം. അല്ലാഹു പറയുന്ന മനുഷ്യ മക്കളെ, നല്ല വസ്ത്രം ധരിക്കണം. മുഅ്മിനേ, മരിക്കേണ്ടവരല്ലേ നമ്മൾ. വെള്ളിയാഴ്ചയെങ്കിലും ഒരു വെളുത്ത വസ്ത്രം, ഒരു വെളുത്ത തൊപ്പി, വെളുത്ത കുപ്പായം, വെളുത്ത തുണി, ഈ വെളുത്ത വസ്ത്രം ധരിച്ചു പോയാ മനസ്സമാധാനമാണ്. ഹബീബ് തങ്ങൾക്ക് അത് ഇഷ്ടമാണ്, നബി തങ്ങളുടെ സുന്നത്താണ്. നിസ്കാര കുപ്പായത്തിൽ പോലും കളറുകൾ വന്നില്ലേ, പൂക്കൾ വന്നു പോയില്ലേ? അതല്ല നല്ലത്, ശുദ്ധമായ വെള്ളവസ്ത്രം അങ്ങനെ ധരിക്കുന്നവരാകണം. വെള്ളവസ്ത്രം മനസ്സമാധാനമാണ്, സന്തോഷമാണ്, റാഹത്താണ്, ഐശ്വര്യമാണ്. വെളുത്ത വസ്ത്രം നിങ്ങൾ ധരിക്കണോ? മരിച്ചു കഴിഞ്ഞാൽ വെള്ള വസ്ത്രത്തിൽ കഫൻ ചെയ്യണോ? അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. നല്ലത് ലൂസുള്ള വസ്ത്രങ്ങൾ നല്ലതാണ്. ലൂസുള്ള വസ്ത്രം, കമീസാണെങ്കിലും പാന്റാണെങ്കിലും ഉപ്പായാണെങ്കിലും ലൂസ് ഉണ്ടാകണം. ലൂസ് എന്ന് പറഞ്ഞാൽ നൈറ്റ് പാറ്റിട്ടുണ്ട് പള്ളിക്ക് വരണം നല്ല പറഞ്ഞത്. ചില പെണ്ണുങ്ങളിൽ ഇപ്പൊ നാളെ നിന്നെ ലൂസ് ഇട്ടുകൊണ്ട് പോയിട്ട് മങ്ങത്തിന്റെ പരക്കുമ്പോ നടുവിൽ ഇത് ജാറിട്ട് വീണ് ഉസ്താദിന്റെ വിഷയം കേട്ട് ഞങ്ങൾ ലൂസ് ഇട്ടിട്ട് ജാറിട്ട് വീണ് ഒത്തൊന്നും ഇടണ്ട. പിന്നെ അല്ലെ ഇടുമ്പോ ടൈറ്റ് വിറ്റ് പറുത വേണ്ട, കയറ് കെട്ടുന്ന പറുത വേണ്ട, നെറ്റുകളുള്ള പറുത വേണ്ട.
സാരിയുടെ തിളക്കം കാണുന്ന പർദ്ദ വേണ്ട. അങ്ങനെ വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ അവർ നാളെ ഖബറിലെത്തുമ്പോ ടൈറ്റ് വിറ്റ് വസ്ത്രങ്ങൾ അണിയുന്നവർ അവർ നാളെ ഖബറിലെത്തുമ്പോ ഖബർ വിശാലമാവൂല, ഖബർ ചെറുതായി, ഖബർ ടൈറ്റായി, ഒന്നിനും കഴിയാത്തതായ വിശാലമുള്ള വസ്ത്രം ധരിച്ചോ, തടിയുടെ വണ്ണ വലുപ്പം കാണാത്ത വസ്ത്രം ധരിച്ചോ, ചെറുപ്പക്കാരെ മുട്ടുപൊക്കൾ മറയുന്ന വസ്ത്രം ധരിച്ചോ, കഴിവിന്റെ പരമാവധി തലമറച്ചോ. നല്ല നല്ല വസ്ത്രങ്ങൾ വില എത്രയും കൂടിയത് വാങ്ങിക്കോ, ഏതുമാകാം. നിനക്കല്ലാഹു തന്ന സമ്പത്ത് പോലെ നിനക്കാകാം. പക്ഷേ നിസ്കാരം സ്വഹിയാവാത്ത വസ്ത്രങ്ങൾ, അത്തഹിയ്യാത്തിനിരിക്കാൻ പറ്റാത്ത പാന്റ്, മൂത്രമൊഴിക്കാനിരിക്കാൻ കഴിയാത്തത്, ഒന്നിനും പറ്റാത്ത രൂപത്തില് സാധിക്കുക. അങ്ങനെയൊക്കെ ആയാൽ മൂത്രകോശത്തിന് രോഗമാണ്. ടൈറ്റ് വെച്ച വസ്ത്രമണിഞ്ഞാൽ ഗർഭപാത്രം വീക്കാകുന്നു. പിന്നെ നിങ്ങൾ ജീൻസ് പാന്റ് ഇടുന്നതുകൊണ്ട് ആണുങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ട് പറയല്ല, ഉസ്താദന്മാർക്ക് ഇടാൻ കഴിയാത്ത ബേജാറുകൊണ്ട് പറയുകയും അല്ല. നിങ്ങളുടെ ഗർഭപാത്രം വീക്കാവാൻ, മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാൻ, ഗർഭം നിൽക്കാതെ പോകാൻ, മക്കളിൽ വളർച്ച കുറയാൻ, പല ജാതി ഫംഗസുകൾ വരാൻ, പല രോഗങ്ങൾ വരാൻ, വെള്ളപ്പോക്ക് പോലെയുള്ളത് കൂടാ ഈ ടൈറ്റ് വിറ്റ് വസ്ത്രോ ഈ ജീൻസ് പാന്റുകൾ കാരണമാകുന്നു. പെങ്ങളെ, നിനക്ക് വേണ്ട പോലെ ചെയ്യാ. പർദ്ദയിട്ടിട്ട് പർദ്ദ പൊക്കിപ്പിടിച്ചിട്ട് ഇട്ട ജീൻസ് പാന്റ് കാട്ടി നടക്കുന്നവർ അല്ലേ ഈ സമുദായത്തിൽപ്പെട്ട പെണ്ണന്മാർ. തലയിൽ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നു. നഊദു ബില്ലാഹ്. എന്തിനാ പെങ്ങളെ തലയിൽ ഷാള്? ഈ ഷാള് എന്തിന്റെ ലക്ഷണമാണ്? ഈ ഹിജാബ് എന്തിന്റെ ലക്ഷണമാണ്? പെങ്ങളെ, ഈ ഹിജാബിനൊരു ബഹുമാനമുണ്ട്, ഈ ഷാളിനൊരു ബഹുമാനമുണ്ട്, അതിനൊരു ഇസ്സത്തുണ്ട്. അതിട്ട് നീ ഡാൻസ് കളിച്ച, അതെടുത്ത് നീ അന്യ സമുദായത്തിൽപ്പെട്ടവന്റെ കൂടെ സെൽഫി എടുത്താൽ, അതിട്ട് നീ ഹറാമായ കൂട്ടുകെട്ടിലൂടെ ചുറ്റിക്കറങ്ങിയ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. മലക്കുകൾ ക്ഷമിക്കാതിരിക്കില്ല, മുഅ്മിനീങ്ങൾ സങ്കടപ്പെടാതിരിക്കില്ല. അത്തരം പേക്കൂത്തുകള്, ഷാളിട്ടിട്ടുള്ള തുള്ളിച്ചാടലുകൾ, ഷാൾ ധരിച്ചുകൊണ്ടുള്ള ഡാൻസുകൾ, പർദ്ദയിട്ടിട്ടുള്ള തുള്ളിച്ചാടലുകൾ, മുസ്ലിമത്തായ പെണ്ണിന്റെ പേര് വിളിച്ചിട്ടുള്ള മോശമായ പ്രവർത്തനങ്ങൾ, ഇതല്ല അന്ത്യനാളിന്റെ അടയാളമാ. പെങ്ങളെ സൂക്ഷിച്ചോ. ഈ തുള്ളിച്ചാടിയതിന് പകരം നാളെ മഹ്ശറയിൽ നിന്നെ തുള്ളിച്ചാടിക്ക, നിന്നെ കത്തിച്ച് ചമ്പലാക്ക സബാനിയാക്കളായ മലക്കുകള് കാത്തിരിക്കുന്നു. നല്ല വസ്ത്രം ധരിക്കുന്നവരാകണം. ഇട്ട പർദ്ദയുടെ ബഹുമാനം കളയുന്നവരാവരുത്, ഇട്ട തൊപ്പിയുടെ ബഹുമാനം കളയുന്നവരാവരുത്, ഇസ്ലാമിന്റെ ഇസ്സത്ത് കളയുന്നവരാവരുത്. അല്ലാ അല്ലാ ഖൈർ നൽകണം അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാൾ അടുത്ത് വരുമ്പോ യഅതിയലന്നാസി സമാൻ, എൻ്റെ ഉമ്മത്തിന് കാലം വരാനുണ്ട്. ഹിമ്മത്തുഹും തുതൂനുഹും, ഓരുടെ വിഷയം അവരുടെ പള്ളയാണ്, വയറാണ്. എങ്ങനെങ്കിലും വയറ് നിറയണം. അത് മറ്റോനെ തോപ്പിച്ചിട്ടും വിരോധമല്ല, പറ്റിച്ചിട്ടും വിരോധമല്ല. അല്ലേ ബ്രോക്കർമാർ അങ്ങനെയല്ലേ പറയൂ അല്ലേ? ബ്രഷ് വണ്ടി, ഡോക്ടറെ വണ്ടി, മറ്റേ വണ്ടി, അങ്ങനെ ജാഗ കച്ചവടാക്കുമ്പോ വേണമെങ്കിൽ ടോക്കൺ അഡ്വാൻസ് ആക്കി, ഇല്ലെങ്കിൽ വേറൊരു പാർട്ടി മുണ്ടിക്കൊണ്ടുണ്ട്. എന്റെ ആ ബന്ധത്തിന്റെ മുകളിൽ ഇനിയിപ്പോ നാളെ സുബയാകുമ്പോ വേറെ പോകും. നാളെ സുബയല്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള സുബയാകുമ്പോൾ പോകുന്നില്ല, ഉപദ്രവമുണ്ട് ബാക്കിയായി. അങ്ങനത്തെ ഇനി ബ്രോക്കർമാർക്ക് ഒരുത്ത കൊടുക്കാതെ നേരെ വിറ്റാൻ ചെല്ലുമ്പോ ആരെങ്കിലും അതിന് കേൾക്കുമ്പോൾ ഞങ്ങളിലൊക്കെ ഒന്ന് കൈയിട്ടിട്ട് അവിടെ
ചെറിയ നാഗന്റെ ചെറിയ ഉപദ്രവം ഉണ്ടോ? ഏത് ഓർക്ക് കിട്ടാത്തതെല്ലാം നാഗന്ന. ഏത് ഈ പറയുന്ന ആൾക്ക് കിട്ടാത്ത ബ്രോക്കർമാർ മാത്രമല്ല, അപ്പുറത്തുള്ള പരക്കാർ വെക്കാൻ വിടല. മുന്നുണ്ടായിരുന്നോ പ്രോബ്ലം ആയിട്ട് എണിച്ചിട്ട് പോയി പിന്നെ അവർ വരുന്ന ആ പോയവർ അതേ വൈദ്യവൻ പിത്തിന് അവസാദ് ഇത് കൂടുകയാണ്. അന്ത്യനാള് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ സമയത്ത് ലാ യഖൂമു സാഅ ഹത്താ തൽഹറൽ ഫിത്ന വരാണ്. ഖിയാമത്ത് നാൾ അടുക്കൂല. നാടായ നാടില് ഫിത്ന, കമ്മിറ്റിയില് ഫിത്ന, ജമാഅത്തില് ഫിത്ന, പാലക്കാരുടെ ഇടയിൽ ഫിത്ന, നാട്ടിലും കുടുംബത്തിലും ഫിത്ന, പെണ്ണുങ്ങളിലും ഫിത്ന, ആണുങ്ങളിലും ഫിത്ന. ഇങ്ങനെ ഫിത്ന വ്യാപകമാകുമ്പോ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വയറിന് വേണ്ടി ജീവിക്കുന്നവർ, അവരുടെ ചരക്കുകളാണ് അവരുടെ. പണമുള്ളവൻ, തോട്ടമുള്ളവൻ, കൃഷിയുള്ളവൻ, അവർക്ക് ബഹുമാനമാണ്. എവിടെ പോകുമ്പോ വലിയ വലിയ സ്വത്തുക്കളുള്ളവർ, ബിൽഡിങ്ങുകളുള്ളവർ, തോട്ടമുള്ളവർ, അത് മഹത്വമാക്കി കാണുന്നു. പിന്നെയോ അവരുടെ ദീന് പൈസയാണ്. നിർത്തുന്നു മുഅ്മിനീങ്ങളെ. ദീന് എല്ലാത്തിലും ഉദ്ദേശം പൈസ. ഉറൂസാക്കുന്നതിന്റെ ഉദ്ദേശവും പൈസ, വയലാക്കുന്നതിന്റെ ഉദ്ദേശവും പൈസ. എല്ലാത്തിലും പണം ആഗ്രഹിക്കുന്നു. വയതിന്റെ ഉദ്ദേശവും പൈസ. എല്ലാത്തിന്റെയും മർമ്മം ഉദ്ദേശം പണമാവരുത്. അങ്ങനെ ഒരു കാലം വരാനുണ്ട്. ഖിയാമത്ത് നാളാകുമ്പോ എല്ലാവർക്കും വേണം പൈസ. പൈസ വേണ്ട നല്ല പൈസ വേണം. പക്ഷേ മഹാന്മാര് പറയുന്നു, പൈസ കയ്യിൽ വേണം, മനസ്സിലേക്ക് അത് കടന്നു പോകണ്ട. പണത്തിനോടുള്ള അതിയായ ആഗ്രഹം നിന്റെ കൽവിലേക്ക് പോകണ്ട. മാത്രമല്ല, പണമുള്ളവനെ ബഹുമാനമാണ്, പണമുള്ളവനെ കെട്ടിപ്പിടിക്കുകയാണ്, പണമുള്ളവനെ മുസാഫഹത്ത് ചെയ്യാണ്, പണമുള്ളവരെ ബഹുമാനിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് ആരുമില്ല. പാവപ്പെട്ടവന്റെ സലാം മടക്കാൻ ആളില്ല. പാവപ്പെട്ടവർക്ക് മീറ്റിംഗിൽ മിണ്ടാൻ അധികാരമില്ല. ജനറൽ ബോഡി വിളിച്ചപ്പോ പാവപ്പെട്ടവന് മിണ്ടാൻ അവസരമില്ല. മിണ്ടാനുള്ള അധികാരം സ്റ്റേജ് വിടോ. ചെറുപ്പക്കാര് പറയാൻ തുടങ്ങി, സ്റ്റേജിലിരിക്കണോ? പൈസ വേണം, പൈസ അല്ലെ, പണം വേണം, പണം. കണ്ടിട്ടില്ലേ കബാന്റെ അടുത്ത് ഒരാൾ ദ്വാരക്കുന്നത്? കേട്ടിട്ടുണ്ടാ? അല്ലാഹ് ഫുലൂസ് 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 ഫുലൂസ്, ഒരു കർത്ത മനുഷ്യൻ ദ്വാരക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അല്ലാഹ് പൈസ കൊണ്ട, പൈസ കൊണ്ട. അപ്പൊ ഒരാൾ പറയുന്നുണ്ട്, നീ അല്ലാഹുടെ സ്വർഗം ചോദിക്ക്, നരകത്തെ തൊട്ട് കാവൽ ചോദിക്ക്. ഓൻ പറയുന്നത് പൈസ ഉണ്ടെങ്കിലോ മറ്റു പൈസ. അല്ലാഹ് ഫുലൂസ് ഫുലൂസ് ഫുലൂസ്. ഇങ്ങനെയാ ആളുകൾക്ക് പൈസ എന്ന് പറഞ്ഞ, പൈസക്കാരന് എന്ന് പറഞ്ഞ നമ്മളൊക്കെ ബഹുമാനിക്കുന്നത്. പണക്കാരന്റെ പണം കൊണ്ട് ഒരു പണക്കാരനെ ബഹുമാനിച്ചു പോയാ ആ ബഹുമാനിച്ചവന്റെ സകല അമലുകളും അത് പൊളിഞ്ഞു പോകുന്നു. സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് അവനെ അല്ലാഹു ഒഴിവാക്കുന്നു. പണക്കാരന്റെ പണം കൊണ്ട് ബഹുമാനിക്കുന്ന കാലം ഖിയാമത്ത് നാളാകുമ്പോ കള്ള് കച്ചവടക്കാരനാണോ വിരോധമില്ല, കഞ്ചാവ് കച്ചവടക്കാരനാണോ വിരോധമില്ല, പെണ്ണ് കച്ചവടക്കാരനാണോ വിരോധമില്ല. പണമുണ്ടായാ മതി. പണമുള്ളവർക്ക് വാല്യൂ ഉണ്ട്, പൈസയുള്ളവർക്ക് ബഹുമാനമുണ്ട്. അങ്ങനെ ഒരു കാലമല്ലേ ഈ കാലം? ഖിയാമത്തിന്റെ അടുത്ത കാലമാ. അങ്ങനെയാവരുത്. അങ്ങനെയുള്ളവർ ഈ സൃഷ്ടികളിൽ ഏറ്റവും മോശമായവരാ. എങ്ങനെയെങ്കിലും വയറ് നിറഞ്ഞാ പോരാ. നമ്മളുടെ സമ്പത്തുകൾ നമുക്ക് വയറിനും പ്രശസ്തിക്കുമുള്ളതാവണ്ട. പണത്തിനോട് ആർത്തി പിടിച്ചവനാകണ്ട. അല്ലാഹുവേ ഖൈർ നൽകണം അല്ലാഹ്. അന്ത്യനാൾ അടുത്തു വരുമ്പോ ബഹുമാനം കുറയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കളവ് അധികരിക്കാതെ ഖിയാമത്ത് നാൾ അടുക്കൂല. കളവ് ധാരാളം കളവ് പറയാ.
സീറിന് എന്തില്ല സീറിന് നാളെയാ എല്ലാ ബാലിന്റെ സീറിനെ വെക്കണം. ഏതായാലും സീറിനി കൊടുക്കാതെ പോയാൽ അല്ലേ? കുറച്ച് സമയം കൂടി പറയും നിർത്താം. അർജന്റ് ഉള്ളവരും മൂത്രിക്കാൻ മുട്ടുന്നവരും വിശക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോയിക്കൊള്ളി. പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്താക്കാം. 10:30 മണി കഴിഞ്ഞു 10:45 വയൽ നിർത്തിയിട്ട് നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്കൊക്കെ കിടക്കാം. അള്ളാഹു റാഹത്താക്കട്ടെ. കളവ് അധികരിക്കും ധാരാളം. കച്ചവടത്തിലും കളവ്, അവിടെയും കുടുംബത്തിലും എല്ലാത്തിലും കളവ്. മനുഷ്യന്മാരല്ല കുറച്ച് ഇങ്ങോട്ട് മൈക്കൊക്കെ ബുദ്ധിമുട്ടാന്നില്ല. കളവ് സത്യം ഇട്ടിട്ടും കളവ് പറയുന്ന ആൾക്കാരാണ്. ഇതിന്റെ ഇടയ്ക്കൊരു ഒരാള് സത്യം അല്ല പറഞ്ഞിട്ട് സത്യം ഇട്ട് വല്ലാഹി സുമ്മ വല്ലാഹി പറഞ്ഞിട്ട് സത്യം ഇടുമ്പോ ഇപ്പൊ അങ്ങനെയല്ല. സത്യം കച്ചവടം തുടങ്ങുന്ന തന്നെ സത്യം ഇട്ടിട്ട് തുടങ്ങുന്നതിലാണ്. അവസാനം പിടിക്കപ്പെട്ടത് കളവാണെന്നാണ്. അയാളോട് കേട്ട് നിങ്ങൾ എങ്ങനെ സത്യം ഇട്ടേ? അപ്പൊ അയാൾ പറയുന്നത് ഞാൻ സത്യം ഇടുമ്പോ തന്നെ ചെല്ലി വല്ലാഹി സുമ്മനെ വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി എന്നാണ് ചെല്ലിനാണ്. പിന്നെ ലാസ്റ്റ് കുടുംബം അയാൾ പറയുന്നത് ഞാൻ സത്യം ഇടുമ്പോ തന്നെ ചെല്ലിനി വല്ലാഹി സുമ്മനെ വല്ലാഹി. ഈ പറയുന്നത് കളവ് അല്ലാഹു സത്യമാണ്. ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാരാണ്. എങ്ങനെയാണ് ആരെയും വിശ്വസിക്കുക? കളവ് വ്യാപകമാകുന്ന കാലം വന്നാൽ അന്ത്യനാട് അങ്ങനെയാവാടെ അന്ത്യനാട് വരാനില്ല. പിന്നെയോ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, 2 മരണം കൂടാതെ ഖിയാമത്ത് നാൾ എടുക്കൂല. 2 തരത്തിലുള്ള മരണം. ഒരു മരണം എങ്ങനെയാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യഫ്സുൽ ഫാലിജ്. പിന്നെ ഒന്ന് മൗതുൽ ഫുജാ. 2 രൂപത്തിലുള്ള മരണമാണ്. ഒന്ന് പെട്ടെന്നുള്ള മരണമാണ്, പെട്ടെന്ന് മരിക്കുക. 14 വയസ്സുകാരൻ ഹാർട്ട് അറ്റാക്കായി മരിച്ചു എന്നല്ല കേൾക്കുന്നത്. പല പല മരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഖിയാമത്ത് നാളാകുമ്പോ പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റൊരു മരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വയസ്സായിട്ട് മരിക്കാൻ കാത്തിരുന്നിട്ട് രോഗം വന്നിട്ട് എന്നിട്ടും മരിക്കുന്നില്ല. ഒരു ഭാഗത്ത് മരിക്കാൻ കിടന്നവർ മരിക്കുന്നില്ല, മറ്റേ ഭാഗത്തോ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മരിച്ചു പോകുന്നു. ഖിയാമത്ത് നാളാകുമ്പോ ബഹുമാനം കുറയുന്നു. ആർക്കും ആരോടും ബഹുമാനമില്ല. ഉസ്താദ് വന്നാലും ബഹുമാനമില്ല, വയസ്സിന് മൂത്തവർക്ക് ബഹുമാനമില്ല, ഉമ്മാക്ക് ബഹുമാനമില്ല, ഉപ്പാക്ക് ബഹുമാനമില്ല. ഉമ്മാന്റെ പൊരുത്തമില്ലാത്ത ഒരമലും ഒരാളിൽ നിന്നും റബ്ബ് സ്വീകരിക്കുന്നില്ല. ഉമ്മാന്റെ പൊരുത്തത്തിലാണ് സ്വർഗം. ഉമ്മാന്റെ അനിഷ്ടം നരകത്തിന് കാരണമായെന്ന് വന്നേക്കാം. സ്വാലിഹായ നല്ല മനുഷ്യനാണെങ്കിൽ പോലും ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തമില്ലെങ്കിൽ അവർ അറാഫ് എന്ന് പറയുന്ന ഇടത്തിലാണ്, അവർക്ക് സ്വർഗമില്ല. ഉമ്മാന്റെ ശാപത്തിന് കാരണമാകല്ല മക്കളെ, ഉപ്പാന്റെ ശാപത്തിന് കാരണമാവല്ല മക്കളെ. എത്ര വലിയവനാവട്ടെ, എത്ര ചെറിയവനാവട്ടെ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണോ? ഉമ്മാന്റെ പൊരുത്തം വേണം, ഉപ്പാന്റെ പൊരുത്തം വേണം. ഇത് രണ്ടും നിനക്കില്ലയോ? ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ബഹുമാനം കൂടണം സദസ്സിനോട്, ഔലിയാക്കളോട്, മഹാന്മാരോട്. അല്ലേ? ഖുതുബിയത്തിന്റെ നാളെ മജ്ലിസ് അല്ലേ? നാളെയാണ് മജ്ലിസ്. എല്ലാവരും വന്നിട്ട് മജ്ലിസിൽ ഇരിക്കണം. ഇരുന്നിട്ട് എന്താക്കണോ? മൊയിൽക്ക് ചാരിയിട്ട് ബായി പറഞ്ഞിട്ട് ഉറങ്ങണം. അല്ലേ? അങ്ങനെയാ. ചിലയിടത്ത് അങ്ങനെയുണ്ട്. ഖുതുബിയത്ത് നല്ല ചെല്ലുമ്പോ വരുന്ന ഒരാൾ മൊയിൽക്ക് ചാരിയിട്ട് ഉറങ്ങിയിട്ട് ഖുതുബിയത്തല്ല തീർന്നിട്ട് അയാൾക്ക് ഇസാർത്തന്നില്ല. അയാളെ മെല്ലെ വിളിച്ചിട്ട് ദ്വാരക്കെല്ലാം മേടിച്ചൊന്നെ ഇണ്ടത്തെ മജ്ലിസ് ഭാര്യ നല്ലൊരു മജ്ലിസ് മാത്രമാണ്. എന്തേ ഫസ്റ്റ് ഉറങ്ങി അല്ലാഹ് ഇഷ്ടം അയാൾക്ക് ഇത്ര നല്ല മജ്ലിസ് വേറെ കിട്ടുക? നിന്നിട്ട് ഉറക്കുന്ന പോലത്തെ കപ്പാസിറ്റിന്റെ മജ്ലിസ്. പിന്നൊരു ഉസ്താദ് പിന്നൊരു ഉസ്താദ് ഇല്ല, കറക്റ്റ് ചെല്ലണോ? ഞാൻ വിളിക്കാതെ ഇത്ര 2000 ചില്ലര പാസ്സായി. ഖുതുബിയത്ത് തീരുന്നേയില്ല.
ലാസ്റ്റ് ഒരുത്തെന്താക്കി സബർ കെട്ടിട്ട് മണ്ണിട്ട് എന്ത് കുത്തിവെത്തെന്ന് കേട്ട് പോയിട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പോ ഉസ്താദ് മാല താഴെ വീണിട്ട് ഉസ്താദ് ലോകത്ത് നിന്ന് വിട്ടിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് കൂർക്ക വലിച്ചിട്ട് ഉറങ്ങുന്നുണ്ട്. ആര് മാല പിടിച്ച ഉസ്താദ് ഉറങ്ങിന് യോറ് ചെല്ലി തൊണ്ടന്റെ ബസാറ് യോറായിരുന്നു ഈ കുത്തുബിയത്ത് ചൊല്ലാണ്. അങ്ങനത്തെ എല്ലാ കുത്തുബിയത്ത് എന്റെ ഇടയ്ക്ക് ഞാൻ വേറെ സ്ഥലത്തെല്ലാം പറഞ്ഞൊരു കുത്തുബിയത്തിന്റെ അതുകൊണ്ട് പറയുന്നത് ഉറങ്ങിയിട്ട് മുക്കരിക്ക വീണ് ലാസ്റ്റ്. ചില ആൾക്ക് അങ്ങനെ ഗ്രിപ്പ് കിട്ടുന്നില്ല, ചില ആൾക്ക് നല്ല ഗ്രിപ്പ് കിട്ടുന്നു ഉറങ്ങാൻ നിന്നിട്ട്, ചില ആൾ ബസ്സിൽ ഉറങ്ങുന്നു, ഇരുന്നേരത്ത് ഉറങ്ങുന്നു, ഇങ്ങനെ ഇരുന്ന അപ്പം ഉറക്ക് തൂക്കിട്ടായി ഉസ്താദ് അൽഹംദുലില്ലാഹ് ചെല്ലുമ്പോ എന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് ഉറക്ക് തൂക്കിട്ട് വരും. മറ്റോ തന്നെ മേക്ക് വീണിട്ടായി ചില അത്ര സ്പീഡ് വലിക്കുന്നു ചില ആൾക്ക്. മുക്കരിക്ക ഉറങ്ങി ബാലൻസ് എല്ലാം തപ്പിട്ട് വീണിട്ടാകുമ്പോ കൽക്കണ്ടി ഒരു സൈഡിലേക്ക് ധരിച്ച്, ഈ തപ്പായ പിന്നെ ഒരു സൈഡിലേക്ക് ധരിച്ച്, തണ്ണിന്റെ ആവിലെ ബാട്ടിലോ അത് തേച്ചു മറിഞ്ഞിട്ട് ഗടി പിടിക്കും ഒരു പേടിച്ചിട്ട് ലൈറ്റല്ല കുത്തുവീത്തി എന്തായ മുക്കരിക്കറിഞ്ഞ് ഇത് പ്രശ്നമാണ്. ഇപ്പൊ ആടക്കെ കണ്ണ് ചിമ്മിട്ടാൽ ചെല്ലിക്കോളി ഔലിയാക്കന്മാരെല്ലാം ഹാജറായിട്ടുണ്ട്, ചെല്ലിക്കോളി ലൈറ്റ് ബന്ധാക്കിയിട്ട് മുപ്പാട്ട് ചെല്ലിയ പോലത്തെ കുത്തുവീത്തല്ല എല്ലാവർക്കും ഹാജരായ പോലെ മുക്കരിക്ക് എന്താക്കി മോകല കിടന്നിട്ട് ആടക്കെ ഉറങ്ങി. മുക്കരിക്ക് ജിന്നാളറായ നിർജിനവരല്ല ബാക്കിയുള്ളവരല്ല അങ്ങനെ ഉറങ്ങിയിട്ട് ഖത്തീബ് ഉസ്താദുണ്ട്, ബാക്കി സദറുണ്ട്, ആർക്കും ബഹുമാനമായിട്ട് പുല്ല് വിലയില്ല. എല്ലാവരും വന്നിട്ട് മുക്കരിക്കാന്റെ കൈ പിടിച്ച് മുത്തുന്നു. ദ്വാരക്ക് ഉസ്താദ് ദ്വാരക്ക് നാരി ഫസ്റ്റ് ലാസ്റ്റോളം ഉറങ്ങിയിട്ട് വീണിട്ട് ലാസ്റ്റ് കിടന്നിട്ട് ഉറങ്ങിയാളെ മുക്കരിക്കാന്റെ കൈ പിടിച്ചിട്ട് മുത്തുന്നവർ ആര് നാട്ടുകാർ. ഇങ്ങനത്തെ വോളം മാറി എല്ലായിടത്തല്ല. അപ്പൊ ഇങ്ങനത്തെ എല്ലാം എന്തായി അയാൾ വീണെടുത്ത് പഠിപ്പാക്കി പിന്നെ എന്താക്കണേ ഉറങ്ങിയിട്ട് വീണ് അല്ലെങ്കിൽ മര്യാദ പോകുന്നില്ലേ മാത്രം ഖത്തീബിന്റെ എല്ലാവരും വില പോയി. മുക്കരിക്കാക്ക് ജിന്ന് കൂടുന്നിട്ട് ഫേമസ് ആയി. പിന്നെ കുത്തുബിയത്തിനല്ല മുക്കരിക്കില്ലാത്ത വേണ്ട വെള്ളാസ ജാവ് വേണ്ട അന്ന് മുക്കരിക്കരിക്കുന്നില്ല. എങ്ങനെ മുക്കരിക്കാക്ക് ഡിമാൻഡ് കൂടി ഉറങ്ങിയിട്ട് വീണിട്ടാകുമ്പോ അങ്ങനെ ചില ആൾക്ക് അങ്ങനെ ഓരോന്ന് കിട്ടുന്ന ബണ്ണൊക്കെ കിട്ടുന്ന എപ്പോഴും അങ്ങനെ ഉറങ്ങിയിട്ട് ചെയ്യാൻ പോയെങ്കിൽ തല്ലും അങ്ങനത്തെ ഒക്കെ അവസ്ഥകളാണ്. അങ്ങനെയൊന്നും ആവരുത്. നല്ല ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ തങ്ങളെ വിളിക്കുന്നു. നമ്മളതിലൊക്കെ ചർച്ച വേണോ? ഖുത്ബിയത്ത് ചൊല്ലിയ ഇമാമിങ്ങളും മഹാന്മാരും ഷഹാദത്ത് ഉറക്കെ പറഞ്ഞിട്ട് യാത്ര പോയത് അറിയാമല്ലോ. അത് വേണോ വേണ്ടയോ? ചർച്ച എന്തിനാണ്? എവിടെ ശിർക്ക് എന്താണ്? ശിർക്ക് എന്നാൽ എന്താണ്? ശിർക്കിന്റെ തരീഫ് എന്താണ്? ഞമ്മക്ക് പോലും കുറച്ച് സംശയം. ഖുത്ബിയത്ത് വേണ്ടേ? അത് കുറച്ച് ഓവറായില്ലേ? അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന കാലം വന്നാൽ അന്ത്യനാൾ അടുക്കുമ്പോ അങ്ങനെ പലതും തോന്നും. പഴയകാല ആലിമീങ്ങളെ കഴിഞ്ഞുപോയ ആലിമീങ്ങളെ കുറ്റം പറയുന്നവർ, ഖുത്ബിയത്താക്കിയവരെ ചീത്ത പറയുന്നവർ, ദിക്റാൽക്കയാക്കിയവരെ ആക്ഷേപിക്കുന്നവർ ആ രൂപത്തിലായാൽ ഖിയാമത്ത് നാൾ അടുക്കാൻ സമയമായി. നല്ല ഇഖ്ലാസോടെ മജ്ലിസുകൾ ചൊല്ലിക്കോ. ഖുത്ബിയത്ത് എന്ന് പറയുമ്പം വേണ്ട, മൗലിദ് എന്ന് പറയുമ്പം വേണ്ട. പിന്നെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് പ്രശ്നപരിഹാരത്തിന് പോയി ബട്ടന്റെ അടുത്തേക്ക് പോയി, കൊറകന്റെ അടുത്തേക്ക് പോയി ഭസ്മം കൊടുന്ന് ഈനൊന്നും പ്രശ്നമില്ല മാട്ടം വെച്ച് പലതും ചെയ്ത് അള്ളാന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിൽ സിഹിർ വെക്കുന്നവരെ, മാട്ടം വെക്കുന്നവരെ, ബട്ടന്റെ കുങ്കുമം വാങ്ങുന്നവരെ, കൊറകന്റെ ഭസ്മം വാങ്ങുന്നവരെ, അല്ലാഹ് നിങ്ങളാരെയും അത്തരം പ്രവൃത്തി ചെയ്താൽ, അമ്പലത്തിൽ കോഴി കൊടുത്താൽ, തേങ്ങ കൊടുത്താൽ, അമ്പലത്തിന്റെ ജാത്രക്ക് അഭിനന്ദനകൾ കൊടുത്താൽ അല്ലാഹ് പൊരുത്തപ്പെടുമെന്ന് കരുതുന്നു. അത് സൗഹാർദ്ദമാണോ? അവരെ നേർച്ചക്ക് പൈസ കൊടുക്കൽ സൗഹാർദ്ദമാണോ? കോഴി കൊടുക്കൽ സൗഹാർദ്ദമാണോ? മന്ത്രവാദികൾ അടുത്ത് പോകൽ സൗഹാർദ്ദമാണോ? ഇല്ല. ആഖിബത്ത് മോശമായ അവസാന വേള വന്നിട്ട് അസ്രായിൽ റൂഹ് പിടിക്കുമ്പോ മലക്കുകളുടെ അടുത്ത് വന്നിട്ട് ഷഹാദത്ത് ചൊല്ലിയിട്ട് മരിക്കാൻ കഴിയാതെ വന്നാൽ, കാഫിറായി ചത്തുപോയാൽ ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ,
സകല ശൈത്താന്മാരും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാ. അവര് ശത്രുപൂജ നടത്തുന്നുണ്ട്, ശത്രുപൂജ അമ്പലങ്ങളിൽ നടത്തുന്നുണ്ട്. അവർ ശത്രുപൂജയാക്കി ഈ ഉമ്മത്തിനെതിരെ ദുആ ചെയ്യുന്നുണ്ട്. ഉമ്മത്തിന്റെ ഭിന്നിപ്പിന് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉമ്മത്ത് ദുആ ചെയ്യുകയല്ല, ദുആ എന്നുള്ളത് ബഹുമാനമാണ്, അത് നമ്മളുടെ ദുആയാണ്. അവര് പലതും അഭ്യർത്ഥിക്കുന്നുണ്ട്, അവരെ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ഭാഷയിൽ. ഈ സമുദായത്തിന്റെ തിന്മക്ക് വേണ്ടി കൊതിക്കുന്നവർ ഇല്ല ഇല്ല. അവരുടെ വാസ്തുവാവട്ടെ, അവരുടെ മന്ത്രങ്ങളാവട്ടെ, അല്ല ഉസ്താദേ കെമ്പു അല്ല എന്തും ആണെങ്കിൽ പോലും ഇല്ല ഇല്ല. കാഫിരീങ്ങളുടെ മന്ത്രങ്ങള്, അവർ ചൊല്ലുന്ന വാക്യങ്ങള് ശിർക്കിന്റെ വാക്കുകളാണ് കേട്ടോ. അവരുടെ ദൈവങ്ങളെയാ വിളിച്ചോതുന്നത്. വേണ്ട വേണ്ട, അവരുടെ ഊട്ട് വേണ്ട, അവരുടെ കുങ്കുമം വേണ്ട, അവരുടെ പൊടി വേണ്ട. കച്ചവടം പോയാ പോകട്ടെ, നഷ്ടമായാ പോകട്ടെ, ഈമാന് പോവില്ലല്ലോ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, ഈമാന് ഊരിപ്പോയാ എല്ലാം വെള്ളത്തിലാ. അതുകൊണ്ട് ഗൗസുല്ലാളം തങ്ങളുടെ ആണ്ടിന്റെ മാസമല്ലേ. ആരാണ് ഗൗസുല്ലാളം? നമ്മൾ അവരെ വിളിക്കുന്നു, അവരുടെ ബൈത്തുകൾ പാടുന്നു, അവരുടെ മദ്ഹുകൾ പറയുന്നു, മാലകൾ പാടുന്നു. എല്ലാം കാബലാണ് കേട്ടോ. എങ്ങനെ ജീവിച്ച ആളാണെന്നറിയോ? ഗൗസുല്ലാളം തങ്ങളതാ അബ്ദുൽ ഖാദർ എന്ന് പേരുള്ള, അബ്ദുൽ ഖാദിർ എന്ന് പേരുള്ള ആ മഹാൻ പഠനത്തിന് പോയി. കയ്യിലുള്ളതെല്ലാം തീർന്നുപോയി, ഭക്ഷണത്തിന് പണമില്ല. എവിടെ പോയിട്ടും തിന്ന 100% ഹലാലായ സമ്പത്ത് കിട്ടിയില്ല. പേടിയോടെ ബേജാറോടെ പട്ടിണിയാണ് കേട്ടോ. ഒരു ദിവസം യാസീൻ പള്ളിയിലിരുന്ന് എണീക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. കടുപ്പമുള്ള വിശപ്പ, തിന്നാൻ ആഹാരമില്ല. അള്ളാനെ വിളിച്ചിട്ട് അവിടെ കടന്ന് ഉറക്കം വരുന്നില്ല. അപ്പോഴാ ഒരാള് പാതിരാ നേരത്ത് ആ പള്ളിയിൽ വന്ന് ഭക്ഷണം തുറക്കുകയാ. നല്ല വാസനയുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്. ഈ മൂലക്ക് കിടന്ന മനുഷ്യനെ കണ്ടിട്ട് ആ ആള് വിളിക്കുന്നു, മോനെ ഭക്ഷണം കഴിക്കാൻ കൂടെ വരുന്നുവോ? ആ പൊന്നുമോൻ പറഞ്ഞു, ഇല്ല ഇല്ല, 100% ഹലാലല്ലാത്തതാണോ എനിക്ക് വേണ്ട. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് ആര് തന്നു? ഇതെവിടെ നിന്നുള്ളതാ? ഞാൻ അങ്ങനെ ആരുടെയും ഭക്ഷണം തന്നിട്ട് വയറ് നിറക്കുന്നവനല്ല. അപ്പോഴതാ ആ മനുഷ്യൻ പറയുന്നു, മോനെ ഇത് നല്ല ഹലാലായ പണമാ. ഇത് എവിടെ നിന്നാണെന്നറിയോ? ജീലാനുകാരനായ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഉമ്മ എന്റെ കയ്യില് പണം തന്നിട്ട് അവരുടെ മകന് കൊടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങളായി ഞാൻ മകനെയും തേടി നടക്കുന്നത്, എവിടെയും മകനെ കിട്ടുന്നില്ല. അങ്ങനെ അതിൽ നിന്ന് കടമായി കരുതിയിട്ട് ഞാൻ ഒരൽപ്പം ഭക്ഷണം കണ്ടാൽ സമ്മതം ചോദിക്കാമെന്ന് കരുതി ആ പൊന്നുമോന് കൊടുത്തയച്ച, സ്വാലിഹത്തായ ഉമ്മ കൊടുത്തയച്ച ആ പണം കൊണ്ട് വാങ്ങിയ ഭക്ഷണമാണ് മോനെ. പറയുമ്പോ സന്തോഷത്തോടെ, കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും ആശ്വാസത്തോടെ ആ പൊന്നുമോന് പറയുന്നു, സഹോദരാ അബ്ദുൽ ഖാദിർ ഞാനാണ് കേട്ടോ. ദിവസങ്ങളായി ഭക്ഷണമില്ലാതെ ഞാൻ പട്ടിണിയില്ല. എന്റെ പട്ടിണി എന്റെ ഉമ്മ അറിഞ്ഞല്ലോ. എന്റെ ഉമ്മയാണത് കൊടുത്തയച്ചത്. അൽഹംദുലില്ലാഹ്, രണ്ടാളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു.
കടന്ന കടപ്പിൽ നിന്ന് വിശപ്പ് കൊണ്ട് എണീക്കാൻ കഴിയാതെ വന്നിട്ട് പോലും 100% ഹലാലാണെന്ന് ഉറപ്പുള്ള ഭക്ഷണമേ മാത്രമേ കഴിക്കൂ എന്ന ദൃഢവിശ്വാസത്തോടുകൂടെ ജീവിച്ച മഹാനാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരെയൊക്കെ നമ്മൾ നല്ലോണം ഇഷ്ടം വെക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഇഷ്ടം വെക്കുക, ജീവിതത്തിൽ ധാരാളം നന്മ ചെയ്യുക, നല്ലോണം സദഖ അറിഞ്ഞും അറിയാതെയും ചെയ്യുക, സ്വഭാവം നന്നാക്കുക, ആരെയും കരയിപ്പിച്ചു പോകണ്ട, ഒരാളുടെയും മനസ്സ് നോവിച്ചു പോകണ്ട, ഒരാളുടെയും കച്ചവടത്തിന് നീ പാരവെക്കണ്ട, ഒരു കുടുംബത്തിന്റെയും സമാധാനം നിന്നെ കൊണ്ട് ഇല്ലാതെയാവണ്ട, ഒരു കുട്ടിയുടെയും കല്യാണം നീ മുടക്കി ആശ്വസിച്ച് അതുകൊണ്ട് നീ സന്തോഷിക്കണ്ട, മറ്റുള്ളവരുടെ സങ്കടവും ബേജാറും കണ്ട് നീ സന്തോഷിക്കുന്നുവെങ്കിൽ അല്ലാഹു നിന്നിൽ സന്തോഷവാനല്ല. എല്ലാവരും ഉഷാറാകണം, എല്ലാ പരിപാടിയും വിജയിക്കണം, എല്ലാവരുടെയും വീട്ടിന്റെ മുറ്റത്ത് വാഹനം വേണം, എല്ലാവർക്കും മനോഹരമായ വീടുണ്ടാകണം. ഇങ്ങനെ നീ നിയത്താക്കിയാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും അല്ലാഹു ഏറ്റെടുക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 10:45 നിർത്താം. അല്ലാഹു തആല പറഞ്ഞതും കേട്ടതും അവൻ കബൂൽ ചെയ്യുന്ന അമലായി അല്ലാഹു തആല